നമ്മൾ ഇന്ന് പുതിയത് ഒരു വീഡിയോ ആയിട്ട് എത്തിയേക്കുന്നത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ബൊഗൈൻവില്ലയൊക്കെ ഇവിടെ വെച്ചത് കൊണ്ട് ബൊഗൈൻവില്ലയാണെന്ന് വിചാരിക്കുമല്ലോ അല്ലേ? ബൊഗൈൻവില്ലയല്ല, നിറയെ പൂവിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് മൊണാലിസ യെല്ലോ എന്ന് പറഞ്ഞ ബൊഗൈൻവില്ലയാണ് കേട്ടോ. നല്ല യെല്ലോ കളറിൽ പൂവുണ്ടാവുന്ന ബൊഗൈൻവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്ടോ, ഇതാണ്. കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇത് നല്ല ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതുമുത്തശ്ശിയായിട്ടുള്ളൊരു അഡിനിയം ചെടിയാണെന്നല്ലേ. ഇപ്പം നോർമൽ വെറൈറ്റി അഡിനിയാണ്. ഇതാണ്ട് ഇവിടെ പൂവൊക്കെ ഉണ്ട് കേട്ടോ, മുട്ടൊക്കെ വന്നിട്ട് പൂവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കണ്ടോ, നിറയെ പൂവുണ്ടാവുന്ന വെറൈറ്റി നല്ല വെയിലത്താണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെമ്മിൽ ഇതിൽ പിടിക്കുമ്പോൾ നല്ല ചൂടാണ്, പക്ഷെ ഇത് അത്ര ഹെൽത്തി, ഇലകളൊക്കെ ഉണ്ടെങ്കിലും പൂവ് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഇതിൽ കണ്ടോ, ഇത് തിങ്ങി ഞെരുങ്ങി വേരിങ്ങനെ പിടിച്ച് നിൽക്കുവാണ് കണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇത് റീപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇതിൽ അധികവും വേരായിരിക്കും. അപ്പോൾ ഇത് തുറന്ന് നോക്കിയാലാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ ചെടി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെടി നടാൻ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, പോട്ടി മിക്സ് വേണം അല്ലേ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് പൊട്ടിപ്പോയിട്ട് ഞാൻ ഇവിടെ പിടിച്ച് പോത്ത്, ഇത് പഴയതായിരുന്നു, പൊട്ടിപ്പോയി. ഇതുണ്ടോ, കുറച്ച് മണ്ണ്, അധികം ചരലൊന്നുമില്ല, പക്ഷേ തീരെ പൊടി മണ്ണല്ല കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ വാർന്നു പോകുന്ന മണ്ണാണ്. കുറച്ച് ചരലുള്ള മണ്ണ് തന്നെ വേണം. കണ്ടോ, ഇത് നമ്മുടെ മണലാണ്. ഏകദേശം രണ്ടും ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് പെർലൈറ്റ്. അപ്പോൾ പെർലൈറ്റ് എന്തിനാണെന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് വാർന്നു പോകാനും മണ്ണ് കട്ട പിടിക്കാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർലൈറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു പിടി എല്ലുപൊടി, വേറെ വളമൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പിടിച്ച് കിട്ടി കഴിയുമ്പോൾ നമുക്ക് പിന്നെ വളം ചേർക്കാം. അപ്പോൾ എല്ലുപൊടി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. മണ്ണിലോട്ടപ്പോൾ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് മണ്ണ് മാത്രമാണ്. അതിലോട്ട് നമുക്ക് മണലും കൂടെ ഇതാണ്ടോ മിക്സ് ചെയ്തു. അതിൽ കൂടെ കുറച്ച് പെർലൈറ്റ്. മണലുള്ളത് കൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വാർന്നു പോയിക്കോളും. അതുകൊണ്ട് ഒത്തിരി പെർലൈറ്റൊന്നും ഇടണമെന്നില്ല കേട്ടോ. നമുക്ക് ഇത്രയും തന്നെ മണ്ണ് ആവശ്യം വരില്ല, കാരണം നല്ല അതിലത്യാവശ്യം മണ്ണ് ഉണ്ടാവും. എങ്കിലും നമ്മൾ കുറച്ച് അധികം ആക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്നിങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വലിയ ഇത് കല്ലല്ല ഉണ്ട്, ചിലതൊക്കെ വലിയ കല്ലുണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട്. ഈ കല്ലുകളൊക്കെ ഞാൻ എടുത്ത് കളയാം കേട്ടോ. ഒത്തിരി വലിയ കല്ല് നമുക്ക് ആവശ്യമില്ല പറഞ്ഞിട്ട് എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണ്ടേ, ചെടി കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടുക എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ഇതുവരെ ഇത്രയും വലിയ ചെടി റീപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് എപ്പോഴും ചെയ്യാറുള്ള പോലെ മണ്ണ് ഇളകാൻ, ഇത് നമ്മളിപ്പോൾ വൈകുന്നേരം ചെടികൾ വേറെ ചെടി നനച്ചപ്പോൾ ഇത് നനച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. നനച്ച് കൊടുത്താലാണോ അല്ലാത്തപ്പോഴാണോ ഈസിയായി വരുന്നതെന്ന് ആലോചിച്ചപ്പോൾ നനയ്ക്കാത്ത ചെടി, അപ്പോൾ മണ്ണിങ്ങനെ കട്ടയായി നിൽക്കുമല്ലോ. നനച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് ഇച്ചിരി പോട്ടിലൊക്കെ പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് നനയ്ക്കാതെ ഞാൻ തട്ടിയിട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ. താഴെ ഒരു ചാക്കൊക്കെ ഇട്ട് കൊടുക്കാം, മണ്ണൊന്നും താഴാവാണ്ടിരിക്കാൻ. അപ്പോൾ ഇതാണ് ഉള്ളിലെ കണ്ടീഷൻ. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഒത്തിരി മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു. ഇത് നമ്മൾക്ക് ഒത്തിരി ആയിട്ടൊന്നും ഇല്ലാട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയത്. നമ്മളിത് നഴ്സറിയിൽ നിന്ന് ഏകദേശം ഇത്രയും വലുപ്പത്തിൽ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ഉള്ളിലോട്ട് വേരുണ്ടാവും. എത്ര ദിവസമായി അവർ പോട്ട് ചെയ്ത് വെച്ചെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി ഈ മണ്ണൊക്കെ കണ്ടോ, കണ്ടോ, ഇതൊക്കെ വേരാണ് കണ്ടോ, നല്ല ബലമുള്ള വേരാണ് കണ്ടോ. ഇവിടെയൊക്കെ വേര് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ചെറിയ ഞെങ്ങലുണ്ട്. അപ്പോൾ അത് വെയിൽ നല്ല ഹാർഡല്ല, ആ സമയത്ത് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞാലും ഇങ്ങനെ ചെറുതായിട്ടൊരു ഞെങ്ങലൊക്കെ വരും. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മണ്ണൊക്കെ എടുത്തിട്ട്, ഇതിലിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറ്റി പിടിച്ചിരിക്കുകയല്ല. അപ്പോൾ ഈ മണ്ണൊക്കെ എടുത്തിട്ട് ഇതിനുള്ളിൽ എന്തെങ്കിലും ചീയലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം വേറൊരു പോട്ടിലോട്ട്
നടാൻ കേട്ടോ. ഈ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഞാൻ എടുക്കുവാണ് കേട്ടോ. ഉണ്ടോ, നിറയെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ. ഏതാണ്ടോ ഇവിടെയൊക്കെ ഇതിൻ്റെ പോട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ വേര്, സ്ഥലമില്ലാത്തത് കൊണ്ട് അത് അങ്ങനെ ഇരിക്കുമായിരുന്നു തോന്നുന്നു. ശരിക്കും ഇതിൽ കുറച്ച് മണ്ണുള്ളൂ കേട്ടോ. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയതായിട്ട് മണ്ണുള്ളൂ, ബാക്കി ഫുള്ള് വേരാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ കഴുകി, ഏകദേശമൊക്കെ കഴുകി, കാരണം നിറയെ വേരാണ് ഇതിനുള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് കൂടുതലും വേരാണ്. കണ്ടോ, ഇടയിൽ ആ ഉള്ളിൽ കുറച്ച് കരിയൊക്കെ നിൽക്കുന്നുള്ളൂ. കണ്ടോ, കപ്പയൊക്കെ നമ്മൾ പറിച്ച അതേപോലെ ഉണ്ടല്ലേ, അത്രയും വലുതാണ്. ശരിക്കും ഇത് നമ്മൾ എടുത്ത പോട്ട് നമുക്ക് ഇതിന് പോരാന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ എടുത്ത പോട്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് ഇത് നട്ടു കൊടുക്കാം. പിന്നെ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇത് ഇച്ചിരിയും കൂടെ വലുതാവുമല്ലോ. ആ സമയത്ത് ഇത്തിരി വലുത് ബോൺസൈയുടെയൊക്കെ ഒരു പോട്ട് ഉണ്ടാവില്ലേ, കുറച്ചും കൂടെ വലിയ സൈസ്, അങ്ങനത്തേലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാലോ. അത്യാവശ്യം കഴുകി. അപ്പോൾ നമുക്ക് ഈ ചെടി നമുക്കറിയാം അഡിനിയം പെട്ടെന്ന് വേരിനാണ് പ്രശ്നം വന്ന് ചീഞ്ഞു പോലും ഒക്കെ ഉണ്ടാവുക. വേര് ചീയുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നമായിട്ട് വരാറുള്ളത്, വെള്ളം കൂടിയത് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കൂടി അതിൻ്റെ വേര് ചീയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എങ്കിലും വല്ല എന്തെങ്കിലും ഇൻസെക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സാഫ് എന്നുള്ള പൊടി കലക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കണം. ഇത് സാഫിൻ്റെ വെള്ളത്തിൽ മുക്കി വെക്കണം. സാഫ് കലക്കി വെള്ളത്തിൽ മുക്കി വെക്കുന്നതിന് മുന്നേ ഇതാണ്ട് ഈ ചെറിയ ചെറിയ വേരുകളില്ലേ, അതൊക്കെ ഏകദേശം നല്ല തീരെ ചെറിയ വേരുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാൻ പോവാണ് കേട്ടോ. അതിന് ശേഷം സാഫിൻ്റെ വെള്ളത്തിൽ മുക്കി വെക്കാം. സ്റ്റെറിലായിട്ടുള്ള ബ്ലേഡാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ചെറിയ ചെറിയ വേരുകൾ കേട്ടോ. എന്തിനാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുണ്ട് അഡിനിയത്തിൻ്റെയൊക്കെ വേര് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതിനോടല്ല നമുക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഈ ചെറിയ ചെറിയ വേരുകൾ വന്നു കഴിഞ്ഞാൽ ഈ വലിയ വേരുകൾ അധികം ഹെൽത്തി ആയിട്ട് വളരില്ല. ഈ ചെറിയ വേരില്ലെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഒന്നും കൂടെ ബൾജായിട്ട് നല്ല ഭംഗിയിൽ വളരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ വേരുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട്, അതിൻ്റെ വലിയ വേരിലൊന്നും തട്ടാത്ത രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. ചെടിയുടെ വേരൊക്കെ കണ്ടോ, മുകളിലെ വേരൊക്കെ ഏകദേശം ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്തു കേട്ടോ. താഴത്തെ ചെറിയ വേരുകൾ മാത്രം അങ്ങനെ നിർത്തി. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് സാഫിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം മുക്കി വയ്ക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മുക്കി വയ്ക്കാൻ പോവാണ്. സാധാരണ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഒരു വെയിലിൽ കുറച്ച് നേരം ഉണങ്ങാൻ വിട്ടതിന് ശേഷമാണ് നമ്മൾ പോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഏകദേശം സന്ധ്യയായി, ഈ സമയത്ത് വെയിലില്ല, നമ്മൾ പെട്ടെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. കുറച്ച് നേരം സാഫിൽ വെച്ചിട്ട് ഈ വേരൊക്കെ ഒന്ന് ഉണങ്ങാനും അതിലെ വെള്ളം ഈർപ്പമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിലത്ത് വെക്കുക. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്തു, വേരിനൊന്നും ചീച്ചിലോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ചീച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതിന് നമ്മളെങ്ങനെ ചീച്ചിൽ കട്ട് ചെയ്യാന്നൊക്കെ ഉള്ള വീഡിയോ ഇനിയുള്ളൊരു സമയത്ത് നമ്മുടെ ഏതെങ്കിലും ചെടി അങ്ങനെ ചെയ്യണ സമയത്ത് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണങ്ങിയതിന് ശേഷം നമ്മൾ പോട്ട് ചെയ്യുക. ഈ പോട്ടിലോട്ടാണ് കേട്ടോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ പോട്ട് കുറച്ച് നല്ല ചെറുതായിരുന്നു, ഇത് 8 ഇഞ്ച് പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. കണ്ടോ, ഹോളൊക്കെ നല്ല ഉണ്ട്. ഈ അഡിനിയത്തിന് ഏറ്റവും പൂക്കളുടെ ഭംഗിനെക്കാട്ടിലും എല്ലാവർക്കും ഇഷ്ടം അതിൻ്റെ കോഡക്സിൻ്റെ ഭംഗിയാണ് അല്ലേ. അപ്പോൾ കോഡക്സിന് ഭംഗിയോടെ നല്ല വീർത്തിട്ടുള്ള കോഡക്സ് ആയിട്ട് വരണമെങ്കിൽ ഇപ്പം നമ്മൾ കോഡക്സ് നട്ടതിൽ നിന്ന് കുറച്ചൊന്ന് മുകളിലോട്ട് കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മണ്ണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത്തിരി മണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് കോഡക്സ് വെച്ച് നോക്കാം കേട്ടോ. നമ്മളപ്പോൾ പൊക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി മണ്ണ് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അതിന് ചുറ്റും
അപ്പോൾ മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ചെടി കണ്ടോ സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ? കണ്ടോ? എനിക്ക് ശരിക്കും ഈ ചെടി കാണുമ്പോൾ എന്താണെന്നറിയോ, ഒരു ആൽമരം പോലെയാണ് തോന്നുക കേട്ടോ. കണ്ടോ, ആൽമരമല്ലേ ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കുട്ടി ആൽമരം പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, മിനിയേച്ചർ. അപ്പോൾ ഇതിൽ നമ്മൾ മണ്ണൊക്കെ ഫില്ല് ചെയ്തു. കണ്ടോ, ഇത്രയും ഞാൻ മണ്ണ് നിറച്ചിട്ടുള്ളൂ. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നാളെ ഇത് വെയിലത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചെടിയുടെ ഫൈനൽ ലുക്ക്. അഡിനിയൻ ചെടികൾ റീപോർട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുറേ എക്സ്പേർട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, അവർക്കൊക്കെ നല്ല അറിയായിരിക്കും. അപ്പം നമ്മൾ തുടക്കക്കാർക്ക് എങ്ങനെയാണ് ഈ ചെടി വാങ്ങിയിട്ട് നമ്മൾ നഴ്സറിയിലൊക്കെ അതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയിട്ട് വരും. പക്ഷേ എങ്ങനെ റീപോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ അടുത്ത ഹെൽത്തിലോട്ട് അതിനെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യണമെന്ന് അറിവില്ലാത്തവരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസിനും നമുക്ക് കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒത്തിരി പിന്തുണ തരുന്നുണ്ടെന്ന് എനിക്കറിയാം, അതിനെല്ലാം ഒത്തിരി നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.